ഹലോ, എല്ലാവർക്കും നീബീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷാണ്, ചിക്കൻ ഫ്രാഞ്ചൈസി. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ? കം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. നടുക്കൂടെ കട്ട് ചെയ്ത് രണ്ടാക്കിയ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് നമ്മളെടുത്ത് വെച്ചേക്കുന്നത്. അധികം കനവില്ലാത്തതാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഹാമർ ചെയ്ത് കൊടുത്താൽ മതിയാവും. ചിക്കനിലേക്ക് കുറച്ച് പെപ്പറും ഉപ്പും ഒന്ന് പുരട്ടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനായി നമുക്ക് 1/4 കപ്പ് മൈദയിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും എരിവിനനുസരിച്ച് പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് റെഡ് ചില്ലി പൗഡർ ആണെങ്കിലും യൂസ് ചെയ്യാം, ഒറിഗാനോയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ അധികം പാപ്രിക്കയും റെഡ് ചില്ലിയും ചേർത്തിട്ടില്ല. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് കൂട്ടിയെടുക്കാം. അടുത്തതായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്കൊരു ചൂട് പാനിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഒലിവ് ഓയിലും ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലായാലും മതി. 2 മുട്ട നമുക്ക് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ചിക്കൻ മൈദ മിക്സിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്ത ശേഷം നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണിത്. പ്രത്യേകിച്ച് നാരങ്ങയുടെ ഫ്ലേവറൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടും. ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്ന ഓയിലിൽ നിന്ന് 2 ടീസ്പൂൺ ഓയിലെടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ വലിയ നാരങ്ങ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ സോസ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചൂടായിട്ടുള്ളൊരു ഡിഷിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഗാർലിക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഗാർലിക് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്കൊരു 1-1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മൈദയുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാം. ഉപ്പും കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാണ് നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്ക് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ലേശം ലെമൺ സെസ്റ്റും ഇട്ട് കൊടുക്കാം. ഒരു വലിയ നാരങ്ങയുടെ നീര് മൊത്തം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ലെമൺ സ്ലൈസസ് അതിന് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ പ്രോപ്പറായിട്ട് കുക്കായെന്ന് നോക്കുക. കുക്കായെങ്കിൽ മാത്രം സോസിലേക്ക് മാറ്റിയാൽ മതിയാവും. ഒരു 5 മിനിറ്റ്സ് കൂടെ സോസിൽ കിടന്ന് ചിക്കനൊന്ന് വെന്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റി മുകളിൽ പാഴ്സലിട്ട് ഗാർണിഷ് ചെയ്യാം. ഇത് ബ്രെഡിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്, ചപ്പാത്തിയുടെ കൂടെയും നല്ലതാണ്. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ് ഈ ഡിഷ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്ന് പരിഗണിച്ചേക്കണേ. അപ്പോൾ ഇതുപോലുള്ള ഡിഷസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഡു ചെക്ക് ദാറ്റ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.